നമസ്കാരം. തീർത്ഥയാത്ര എന്ന എന്റെ യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ ക്ഷേത്രവിശേഷങ്ങളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആശ്രയിക്കുന്നവർക്ക് അഭയമായി ഭക്തരോടൊപ്പം വാഴുന്ന, ഭക്തർക്ക് വേണ്ടി വാഴുന്ന കുറുപ്പത്താട്ടിൽ വിഷ്ണുമായ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയുന്നത്. ശ്രീ പത്മനാഭൻ പള്ളി കൊള്ളുന്ന അനന്തപുരിയിൽ ആശ്രയിക്കുന്നവർക്ക് അഭയമേകി ഒരു ക്ഷേത്രം. കുറുപ്പത്താട്ടിൽ ശ്രീ മഹാഭദ്രകാളി ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമി ക്ഷേത്രം. തിരുവിതാംകൂറിലെ ഏക വിഷ്ണുമായ ക്ഷേത്രമായ ഇവിടെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും പലവിധ വ്യത്യസ്തതകൾ പുലർത്തുന്നുണ്ട്. പ്രധാനമായത് ശ്രീകോവിലിനുള്ളിലെ പ്രതിഷ്ഠകളുടെ എണ്ണവും പ്രത്യേകതകളുമാണ്. ശ്രീകോവിലിന്റെ നിർമ്മാണ രീതിയും മറ്റൊരു പ്രത്യേകതയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോലെ ഇവിടെയും ശ്രീകോവിലിന് 3 വാതിലുകളാണ് ഉള്ളത്. കേരളത്തിൽ അപൂർവമായി മാത്രം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള പരമേശ്വരൻ ഉഗ്രഭാവമായിട്ടുള്ള അഘോരമൂർത്തി ശക്തി സ്വരൂപിണിയായിട്ടുള്ള ശ്രീ ദുർഗാദേവിയോടൊപ്പം പ്രധാന നടയിൽ ദർശനമേകുന്നു. ഇടതുഭാഗത്തെ നടയിൽ 10 തൃക്കരങ്ങളോടെ ശ്രീ വീര മഹാകാളി, വീരഗണപതി, ശ്രീചക്രം, ശ്രീ മഹാപ്രത്യങ്കിരാദേവി എന്നിവരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വലതുഭാഗത്തെ നടയിൽ രാഹുകേതുക്കളാകുന്ന മഹാസർപ്പം കുടചൂടിയ ഭാവത്തിൽ ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയും കുടികൊള്ളുന്നു. ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശ്രീ ഹനുമാൻ, ശനീശ്വരൻ, കരിനീലയക്ഷി, കരിങ്കാളി, കരിങ്കുട്ടിച്ചാത്തൻ, പറക്കുട്ടിച്ചാത്തൻ, രാജമാതങ്കി, മഹാവാരാഹി, നാഗകുടുംബം, മാടൻ തമ്പുരാൻ, കാലഭൈരവൻ, ഖണ്ഡാകർണൻ തുടങ്ങിയ ദേവതകളെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പ്രദോഷകാലത്തിലെ കൈലാസ സങ്കല്പമായ ശ്രീകോവിലിൽ തൊഴുമ്പോൾ തന്നെ ഭക്തരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും വഴിമാറുന്നു. ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളാണ് കുറുപ്പത്തോട്ടിൽ പ്രധാന പൂജാദിനങ്ങൾ. ആയില്യനാൾ വിശേഷ പൂജയായും ഇവിടെ ആചരിക്കുന്നു. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിക്കും ഞായറാഴ്ച രാവിലെ 9 മണിക്കും നടക്കുന്ന വിശേഷ ദീപാരാധനയ്ക്ക് ശേഷം ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയുടെ കൽപ്പന ഉണ്ടായിരിക്കുന്നതാണ്. ഈ സമയം ഭക്തജനങ്ങൾക്ക് സ്വാമിയോട് നേരിട്ട് തങ്ങളുടെ ദുരിതങ്ങൾ പ്രതിവിധി ചോദിച്ചറിയാവുന്നതാണ്. ആയില്യനാളിൽ സർപ്പപൂജയ്ക്ക് ശേഷം ഉഗ്ര ഭദ്രകാളിയുടെ ദർശനവും കൽപ്പനയും ഉണ്ടായിരിക്കുന്നതാണ്. കൽപ്പനയിൽ പറയുന്ന പരിഹാര കർമ്മങ്ങൾ ചെയ്താൽ അതിവേഗം ദുരിതശാന്തി ഉണ്ടായി ഐശ്വര്യവും ശ്രേയസ്സും ഉണ്ടാകുമെന്നും അനുഭവസ്ഥർ പറയുന്നുണ്ട്. ഇപ്രകാരം കൽപ്പനകൾ കേട്ട് പ്രതിവിധികൾ ചെയ്യാൻ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വരെ ആൾക്കാർ ഇവിടെ എത്തുന്നു. ബ്രഹ്മവെള്ളാട്ട്, ആയില്യം പൂജ, കരിങ്കുരുതി, വിഷ്ണുമായ നായാട്ട്, വിളിപ്പൂജ, ഉഗ്ര പ്രത്യങ്കിരാ ഹോമം, ചാത്തന്മാർക്ക് കലശം തുടങ്ങിയവ ഇവിടെ വഴിപാടായി നടത്തുന്നു. ശ്രീ വിഷ്ണുമായ ചാത്തൻ സ്വാമിയെ വീട്ടിൽ വെച്ച് ആരാധിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള മാർഗനിർദ്ദേശങ്ങളും കരുശക്തിയും ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്നതുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.